പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ ആഗോള എണ്ണവാതക വിതരണ ശൃംഖലയെ കാര്യമായി പിടിച്ചുലച്ചിരിക്കുകയാണ്. ഈ സംഘർഷഭരിതമായ സാഹചര്യം ഹോർമുസ് കടലിടുക്കിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അത്യാവശ്യമായ പാചകവാതക ലഭ്യത ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ. നിർണായകമായ ഈ സമയത്ത് ഇന്ത്യൻ ജീവനക്കാർ ഉൾപ്പെട്ട ഒരു ടാങ്കർ കൂടി ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുകയാണ്. LPG സൂപ്പർ ടാങ്കർ സർവ്വശക്തിയാണ് ശനിയാഴ്ച ഹോർമുസ് കടന്നത്. 45,000 ടൺ LPG വഹിച്ചുകൊണ്ടാണ് കപ്പലിൻ്റെ യാത്ര. മാർഷൽ ഐലൻഡ്സ് പതാക വഹിച്ച ഈ കപ്പൽ മുൻപും പേർഷ്യൻ ഗൾഫിനും ഇന്ത്യൻ തുറമുഖങ്ങൾക്കുമിടയിൽ സർവീസ് നടത്തിയിട്ടുള്ള കപ്പലാണ്. marine-traffic.com നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മാർച്ച് 3 UAE നിന്ന് പുറപ്പെട്ട കപ്പൽ പശ്ചിമേഷ്യൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ പേർഷ്യൻ ഉൾക്കടലിലായിരുന്നു. ഇറാനും ഒമാന്റെ മുസന്തം ഉപദ്വീപിനുമിടയിലുള്ള തന്ത്രപ്രധാനമായ ഭാഗം പിന്നിട്ട് കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് കപ്പലിലെ ചരക്ക് വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനോടകം ഒട്ടേറെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുണ്ടെങ്കിലും അമേരിക്ക ഇറാനെതിരെ നടപടി കടുപ്പിച്ചതിനു ശേഷം ഹോർമുസ് കടക്കുന്ന കപ്പൽ എന്നതാണ് സർവ്വശക്തിയെ വ്യത്യസ്തമാക്കുന്നത്. ഏപ്രിൽ 13 അമേരിക്ക കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ഹോർമുസ് കടലിടുക്ക് കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പലാണിത്. US ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. മിക്ക കപ്പലുകളും ഈ പാത പൂർണ്ണമായും ഒഴിവാക്കുന്ന ഈ സാഹചര്യത്തിൽ സർവ്വശക്തിയുടെ യാത്ര ഒരു വലിയ വഴിത്തിരിവാണ്. കഴിഞ്ഞ മാസമുണ്ടായ അനിശ്ചിതത്വങ്ങളും സൈനിക ഭീഷണികളും കാരണം പല കപ്പലുകളും പിൻവാങ്ങാൻ നിർബന്ധിതരായിരുന്നു. ഇതിനെ തുടർന്ന് ചുരുങ്ങിയ കാലയളവിൽ മാത്രം നടന്ന ഗതാഗതത്തിന് ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെ കടക്കുന്ന ഏറ്റവും വലിയ കപ്പലുകളിലൊന്നാണ് സർവ്വശക്തി. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യവും രണ്ടാമത്തെ വലിയ പാചകവാത ഉപഭോക്താവുമാണ് ഇന്ത്യ എന്നതിനാൽ മധ്യേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷം വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. ഫെബ്രുവരി അവസാനത്തിൽ ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം പാചകവാതക ഇറക്കുമതി തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ രാജ്യം വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. ഇതിന്റെ ഭാഗമായി പാചകവാത ടാങ്കറുകൾക്ക് തുറമുഖങ്ങളിൽ അടുക്കുന്നതിനും ചരക്കിറക്കുന്നതിനും മുൻഗണന നൽകാൻ തുറമുഖങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ഒപ്പം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏപ്രിലിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും പ്രവർത്തന സജ്ജമായി ഇറാൻ ആദ്യം സൂചിപ്പിച്ചെങ്കിലും പിന്നീട് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ സൈന്യം വെടിയുതിർത്തത് ഈ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. ഇതോടെ പല കപ്പലുകൾക്കും പിൻവാങ്ങേണ്ടി വന്നു. ആ ഘട്ടത്തിൽ ദേശ് ഗരിമ എന്ന ഇന്ത്യയുമായി ബന്ധമുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിന് ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്ത് മാത്രമേ കടന്നുപോകാൻ സാധിച്ചിരുന്നുള്ളൂ. അതിനുശേഷം ഹോർമുസ് വഴിയുള്ള ഗതാഗതം മിക്കവാറും നിലച്ചമട്ടാണെങ്കിലും ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്തി സംഘർഷത്തിനിടയിലും 8 LPG കപ്പലുകൾ ഈ പാതയിലൂടെ കടത്തിവിടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അധിക വിതരണ പാതകളെക്കുറിച്ചും അധികൃതർ അന്വേഷിച്ചു വരികയാണ്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വെള്ളിയാഴ്ച അറിയിച്ചതനുസരിച്ച് ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര പാചകവാതക ഉൽപ്പാദനം 60% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലിന്റെ പൂർണ്ണമായ യാത്രയ്ക്ക് 14 മണിക്കൂർ വരെ സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യവും രണ്ടാമത്തെ വലിയ പാചകവാത ഉപഭോക്താവുമാണ് ഇന്ത്യ എന്നതിനാൽ മധ്യേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷം വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. ഫെബ്രുവരി അവസാനത്തിൽ ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം പാചകവാതക ഇറക്കുമതി തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ രാജ്യം വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. ഇതിന്റെ ഭാഗമായി പാചകവാത ടാങ്കറുകൾക്ക് തുറമുഖങ്ങളിൽ അടുക്കുന്നതിനും ചരക്കിറക്കുന്നതിനും മുൻഗണന നൽകാൻ തുറമുഖങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ഒപ്പം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.